നമസ്കാരം. നമ്മൾ ലളിത സഹസ്രനാമത്തിലെ 9ാമത്തെ നാമമാണ് പഠിക്കുന്നത്. ഓം ക്രോധാകാരാങ്കുശോജ്വലായൈ നമ. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ക്രോധ ആകാര അങ്കുശ ഉജ്വലായൈ നമ. ഇതാണ് വാക്കുകൾ. ക്രോധ ആകാരം. ക്രോധം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ദേഷ്യം, കോപം. ഇതിനെയൊക്കെ കാട്ടിയും ഈ ദേഷ്യത്തിൻ്റെയൊക്കെ ടോപ്പ് മോസ്റ്റ് അവസ്ഥയാണ്, ഏറ്റവും മുകളിലുള്ള അവസ്ഥയാണ് ക്രോധം എന്ന് പറയുന്നത്. ഇപ്പോ മഹർഷിമാർക്ക് ദേഷ്യം വന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദുർവാസാവ് മഹർഷിക്ക് ദേഷ്യം വന്നു എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ദുർവാസാവ് മഹർഷിക്ക് കോപം വന്നു എന്നാണ് പറയുക. കോപം, ആ കോപം എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ളതല്ല, അത് ഒരു അനുഗ്രഹത്തിലേക്കുള്ളതാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മഹർഷി ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരാളെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമല്ല, അദ്ദേഹത്തെ ഡീമോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ശാപം എന്ന് പറയുന്നത് അയാളെ ഡീപ്രമോട്ട് ചെയ്യുക. ഈ ഡീപ്രമോട്ട് ചെയ്ത് അയാൾ വീണ്ടും അയാളുടെ ആ കർമ്മങ്ങൾ അനുഭവിച്ച് വീണ്ടും എന്ത് ചെയ്യുക? പൂർവമായ പൊസിഷനിലേക്ക് വരിക, അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപന്തിയിലേക്ക് വരിക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ കേട്ടുള്ള പോലെ പ്രൊമോഷൻ, അതിന്റെ താഴെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ശാപം എന്നുള്ളത്. കഥകൾ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ പറഞ്ഞു വരുന്നത്, ക്രോധം എന്ന് പറയുന്നത് വളരെ ദേഷ്യത്തിന്റെ, കോപത്തിന്റെ ഒക്കെ മേളിലുള്ള വലിയ ഒരു സംഗതിയാണ് ക്രോധം. നമ്മുടെ അധ്യാത്മരാമായണ കിളിപ്പാട്ടില് ക്രോധമാണ് ഈ ലോകനാശത്തിന് തന്നെ കാരണം എന്ന് പറയുന്നുണ്ട്. എന്തിന്റെയും ഒരു നാശത്തിന് കാരണമായിട്ടുള്ളത് ക്രോധമാണ്. ക്രോധം എന്ന് പറയുന്നത് നമ്മൾ അടക്കേണ്ടുന്ന ഒന്നാണ് എന്നാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ടിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോ ക്രോധത്തിന്റെ ആകാരം, ക്രോധാകാര അങ്കുശോജ്വലായേ നമ. അപ്പൊ ദേവിയുടെ കയ്യിൽ ഒരു അങ്കുശം ഇരിപ്പുണ്ട്. അങ്കുശം, അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി എന്നാണ് അർത്ഥം. തോട്ടി എന്ന് പറഞ്ഞാൽ ആനയെ നിയന്ത്രിക്കാനായിട്ട് പാപ്പാന്റെ കയ്യിലിരിക്കുന്ന ഒരു തോട്ടി, അതാണ് അങ്കുശം. ആ അങ്കുശം ദേവിയുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ദേവിയുടെ ചതുർബാഹു സമന്വിതായേ നമ എന്ന് പറഞ്ഞ ആ നാമം കഴിഞ്ഞ അടുത്തത് രാഗസ്വരൂപ ഭാഷാഠ്യായേ നമ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കയ്യിൽ രാഗം, സ്നേഹം, പ്രേമം, അപ്പൊ അതിന്റെ കയറുണ്ടെങ്കിൽ മറ്റേ കയ്യില് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രോധ ആകാര അങ്കുശം, ഉഗ്രമായ ക്രോധത്തിന്റെ അങ്കുശം ധരിച്ചിരിക്കുന്നവളാണ് ദേവി. ആ അങ്കുശത്തിന് നിയന്ത്രിക്കുക എന്നൊരർത്ഥമുണ്ട്. കാര്യം പാപ്പാന്റെ കയ്യിൽ തോട്ടി എന്തിനാ? ആനയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് പറയാം, ക്രോധം എന്ന് പറയുന്ന ഒരു വലിയ ആനയെ, അതിനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? തോട്ടി വേണം. നമ്മുടെയൊക്കെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ രാഗവും ഉണ്ട്, അതുപോലെ അതിന്റെ മറുവശമായ ക്രോധവുമുണ്ട്. ദേവിക്ക് 4 കൈകൾ എന്ന് സങ്കല്പിച്ചാൽ, ഒന്നിൽ രാഗസ്വരൂപമായ പാശവും മറ്റൊന്നിൽ ക്രോധാകാരം കൊണ്ട അങ്കുശവുമാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഓം ക്രോധാകാര അങ്കുശോജ്വലായൈ നമ. അപ്പോ നമ്മൾ ദേവിയുടെ നാമം ജപിക്കുന്ന സമയത്ത് ആ മനസ്സിൽ അത് കണ്ടുകൊണ്ട് ജപിക്കാൻ കൂടി ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്ത നാമം പരിചയപ്പെടാം. നമസ്കാരം.